മുന്നിലൂടെയും പിന്നിലൂടെയും വലത്തും ഇടത്തും ഞാൻ പോകും പടച്ചോനെ. ആണയിട്ട് ശൈത്താൻ പറഞ്ഞതാണ്. ആണയിട്ട് പറഞ്ഞ അല്ലാഹുവേ, ഞാൻ വലത്തും ഇടത്തും മുന്നിലും പിന്നിലും ഒക്കെ ഞാൻ ഇവനെ സമീപിക്കും. ആരെ ആരെ ഒരിക്കലും ഞങ്ങളുടെ അടുക്കൽ ശൈത്താൻ വരില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എങ്കിലും തെറ്റുപറ്റിപ്പോയി. ശൈത്താൻ പോയി 4 ഭാഗത്ത് നിന്ന് വളഞ്ഞിട്ട് ആക്രമിച്ച ഒരാളെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അദ്ദേഹം പിടിച്ചു നിന്നു. അദ്ദേഹം തന്റെ ഇടത്തോടെ പിടിച്ചു നിന്നു. നേരിട്ടു അദ്ദേഹം ശൈത്താന്റെ മുമ്പിൽ. അതാരാ? മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു. ആരാണ് ശഖീഖുൽ ബൽഖി എന്നറിയാൻ പ്രിയമുള്ളവരെ, ശഖീഖുൽ ബൽഖിയുടെ മേൽവിലാസം തേടണ്ട, അദ്ദേഹത്തിന്റെ മഹത്വം അറിയണ്ട. അദ്ദേഹം ആരെയാണ് പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ട് സമ്മാനിച്ചതെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ശഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു ആരെയാണ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമ്മാനിച്ചതെന്നറിയോ? ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പോലുള്ള മഹത്തുക്കളായ സൂഫിയാക്കളായ അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ ലോകത്തിന് സമ്മാനിച്ചു പോയ ഹാത്തമുൽ അസമിനെ പോലെയുള്ള വലിയ വലിയ മഹാവ്യക്തി പ്രഭാവങ്ങളെ ഈ പരിശുദ്ധമായ ദീനിന് വേണ്ടി സമ്മാനിച്ചു പോയ ഒരു വലിയ മഹാത്യാഗിയാണ്, വലിയ പ്രതിഭയാണ് ശഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു. ആ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു ഒരു അവസരത്തിൽ പറഞ്ഞതെന്തറിയോ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധയോടെ കേട്ടോ. ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു തുടക്കത്തിലെ വെള്ളം കൊടുക്കുകയാണ്. ചൂടാ ഇത് ഭണ്ഡാര പറഞ്ഞനക്ക് ചെണ്ട അടിക്കുന്ന അടിയൊത്തവും ചെണ്ടയ്ക്കും തുട്ടുമൊത്തം മാരാർക്കും. പ്രസംഗിക്കുന്ന ഞാൻ, വെള്ളം കുടിക്കുന്ന നിങ്ങള്. പക്ഷെ കുടിച്ചോളി, കുഴപ്പമില്ല. എനിക്ക് ഈ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്ന സ്വഭാവം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കുടിച്ച് റാഹത്തായി ഉണർന്നിരുന്ന് ഇതൊന്ന് കേൾക്കും. ഇടയ്ക്ക് ഇച്ചിരി വേണമെങ്കിൽ അസ്സർ സാഹിബേ, നിങ്ങൾ ഇച്ചിരി എന്തെങ്കിലും കൊടുക്കാത്തത് എല്ലാം നിങ്ങൾ തിന്ന് തടി വെച്ചാൽ. എനിക്ക് പലരും പറയും ഉസ്താദ് ഭയങ്കര തടിയെന്നാണ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ ഇതുപോലുള്ള സുഹൃത്തുക്കളെ കാണുമ്പോ ഒരു സമാധാനമുണ്ട്. അപ്പൊ അള്ളാഹു നമ്മുടെ ഒക്കെ ഈ പരിശ്രമങ്ങളെ വിജയിപ്പിക്കട്ടെ. അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ ഒരു ദീനി താല്പര്യം, നല്ലൊരു ചെറുപ്പക്കാരനാ, വർഷങ്ങളായി എനിക്ക് പരിചയമുള്ള. അള്ളാഹു നല്ല ദീനിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നല്ല ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുന്നിലൂടെ പിശാച് വരുന്നതിന്റെ അടയാളം എന്താണെന്നറിയോ? ശഖീഖുൽ ബൽഖി തങ്ങൾ പറയാണ്, ഹാത്തമുൽ അസമിനെ പോലുള്ള മഹാന്മാരുടെ ഉസ്താദാണ് ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയുകയാണ്, മാമിന് സ്വബാഹിന് ഇല്ലാ വയതീനി ശൈത്താനു മിനൽ ജിഹാദിൽ അർബഈ. ഒരു പ്രഭാതവുമില്ല കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമാകുമ്പോ സുപ്രഭാതം പൊട്ടിവിടരുന്ന സമയത്ത് ശൈത്താൻ എന്റെ അടുക്കൽ വരാറുണ്ട്. അങ്ങനെ ശൈത്താൻ എന്റെ അടുത്ത് വരാത്ത ഒരു ദിവസം പോലുമില്ല. കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോ ശൈത്താൻ എന്റെ അടുത്ത് വരാറുണ്ട്. എങ്ങനെയാണ് ശൈത്താൻ വരുന്നതെന്നറിയോ? മിനൽ ജിഹാദിൽ അർബഈ, നാനാഭാഗത്തുകൂടി പിശാച് എന്നെ സമീപിക്കുമെന്നാണ്. ഈ കുടവൂരിലുള്ള ഏതെങ്കിലും ഒരു ശഖീഖിന്റെ കഥയല്ല പറയുന്നത്. ചാമാരുകോണത്തെ ഏതെങ്കിലും ഒരു ശഖീഖിന്റെ കഥയല്ല പറയുന്നത്. പിന്നെയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഹാത്തമുൽ അസമിനെ പോലുള്ള വലിയ വലിയ പണ്ഡിത പ്രതിഭകളെ ലോകത്തിന് സമ്മാനിച്ച, സാത്വിക ജീവിതം നയിക്കുന്ന വിശുദ്ധരായ, ലോകം ആദരിക്കപ്പെടുന്ന വ്യക്തി പ്രഭാവമായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓരോ സുപ്രഭാതത്തിലും എന്റെ അടുക്കൽ ശൈത്താൻ വരുന്നുണ്ട് സഹോദരങ്ങളെ. ആരോടാ പറയുന്നതെന്നറിയോ? തന്റെ മുന്നിലിരിക്കുന്ന ശിഷ്യഗണങ്ങളെ വിളിച്ചിട്ട് ശഖീഖ് തങ്ങൾ പറയുകയാണ്, ഓരോ സുപ്രഭാതത്തിലും എന്റെ അടുക്കൽ 4 ഭാഗത്തു കൂടിയും പിശാച് വരുന്നതാ. എന്നിട്ട് മുന്നിലൂടെ പിശാച് വരുമ്പോ എന്നെ അടുക്കൽ വന്നിട്ട് പിശാച് പറയുന്നത് എന്തെന്നറിയോ? എന്നെ കേൾക്കുന്ന ഓരോ സഹോദരീ സഹോദരന്മാരും ഉണർന്ന് ചിന്തിക്കണേ. ഇങ്ങനെ പറയുന്ന അടയാളങ്ങൾ എന്റെ ജീവിതത്തിൽ മുന്നിലൂടെ ശൈത്താൻ വന്നതിന്റെ ലക്ഷണമാണ്. എന്നെ കേൾക്കുന്ന സോഷ്യൽ മീഡിയയിലായാലും ഓൺലൈനിലായാലും, എന്നെ കേട്ടുകൊണ്ട് ഈ സ്റ്റേജിലിരിക്കുന്നവരായാലും പിന്നീട് എപ്പോഴെങ്കിലും കേൾക്കുന്നവരായാലും, പിശാച് നമ്മളെ മുന്നിലൂടെ കടന്നു വന്നതിന്റെ ലക്ഷണം എന്തെന്നറിയോ? ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുന്നിലൂടെ വന്നിട്ട് പിശാച് എന്നോട് പറയുന്നത്, ലാ തഖഫ് ഇന്നല്ലാഹ ഗഫൂർ. എന്തിനാടാ നീ പേടിക്കുന്നത്? നീ തെറ്റി എന്ത്
എന്ത് വേണോ ചെയ്തോ. നിനക്ക് മദ്യപിക്കണോ അല്ല പുറത്തു തരുമടാ. നിനക്ക് പലിശ വാങ്ങണോ അല്ല പുറത്തു തരുമടാ. നിനക്ക് പരദൂഷണം പറയണോ പടച്ചോ പുറത്തു തരുമടാ. നിനക്ക് കഞ്ചാവ് വലിക്കണോ പടച്ചോ പുറത്തു തരുമടാ. ഏത് തെറ്റ് നിനക്ക് ചെയ്താൽ അല്ലാഹു നിനക്ക് പൊറുക്കാനില്ലേ? പ്രിയപ്പെട്ട പെങ്ങളെ, ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് തരുന്നതാരെന്നറിയോ? അത് നമ്മുടെ ശുഭാപ്തി വിശ്വാസമല്ല. അത് മുന്നിലൂടെ വന്ന ശൈത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. മുന്നിലൂടെ വന്നിട്ട് ഓരോ തെറ്റുകൾ ചെയ്യുമ്പോ ശൈത്താൻ പറയുന്നു, എന്തിനെ നീ പേടിക്കണം, എന്തിനെ നീ പ്രയാസപ്പെടണം? അല്ലാഹുവില്ലേടാ നിനക്ക് പൊറുക്കാൻ. അല്ലാഹുവിനോളം പൊറുക്കാൻ വേറെ ആരാ ഉള്ളത്? നിനക്കല്ല പൊറുത്തില്ലെങ്കിൽ വേറെ ആർക്കാടാ പുറത്തു കൊടുക്കുക? അല്ലാഹുവല്ലേ നിനക്ക് പുറത്തു തരാനുള്ളത്. അതുകൊണ്ട് ചെയ്യടാ തെറ്റുകൾ, എന്ത് വേണോ ചെയ്തോ. റബ്ബ് ഗഫൂറല്ലേ, പുറത്തു തരുമെന്ന്. ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ മന്ത്രിക്കുന്നതാരാ? അത് സാക്ഷാൽ ശൈത്താൻ എന്ന ഒന്നാമത്തെ ശത്രുവാണെന്ന് മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമ്പോ ശഖീഖ് തങ്ങൾ തന്നെ പറയുകയാ, ആ ശൈത്താൻ എന്ന ശത്രുവിന്റെ മുന്നിൽ ഞാൻ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നതെന്നറിയോ? എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നതെന്നറിയോ? ഞാൻ ശൈത്താന്റെ മുന്നിൽ ധീരമായി ഖുർആനിന്റെ ഒരായത്ത് ഓതി കൊടുക്കും. ആയത്ത് ഏതാണെന്നറിയോ? വഇന്നീ ലഗഫാറുൽ ലിമൻ താബ വആമന വഅമില സാലിഹാ. ശൈത്താൻ എന്നോട് പറയും, നീ എന്തിനു പേടിക്കണം, അല്ല പുറത്തു തരുമെന്ന് പറയുമ്പോ ഞാൻ ശൈത്താനോട് പറയും, എടാ ശൈത്താനേ, ഇന്നീ ലഗഫാറുൽ ലിമൻ താബ വആമന വഅമില സാലിഹാ. എന്റെ അല്ല പറഞ്ഞത് ഇന്നീ ലഗഫാർ, ഞാൻ വല്ലാതെ പാപം പുറത്തു കൊടുക്കുന്നവൻ തന്നെയാണെന്ന് തന്നെ. പക്ഷെ ആർക്കാണ് പുറത്തു കൊടുക്കുക? കണ്ണി കണ്ടവന് പാപം പുറത്തു കൊടുക്കൂല. നാഴികയ്ക്ക് 40 വട്ടം തെറ്റ് ചെയ്യുന്നവനല്ല പുറത്തു കൊടുക്കൂല. ആർക്കാണല്ല വിട്ടുകൊടുപ്പിട്ട് പുറത്ത് മാപ്പാക്കുന്നതെന്നറിയോ? ആർക്കാണ് കാരുണ്യവാനായ അല്ലാഹ് അവന്റെ കരുണ കൊണ്ട് പുറത്തു കൊടുക്കുന്നതെന്നറിയോ? ലിമൻ താബ വആമന വഅമില സാലിഹാ. അല്ലാഹ് പറയുകയാണ്, പശ്ചാത്താപ ബോധത്തോടെ ചെയ്തു പോയ തെറ്റ് പടച്ചവനെ മാപ്പാക്കണേ അല്ലാഹ്. ഇനി ആവർത്തിക്കില്ല റബ്ബേ, ഇനി ആവർത്തിക്കില്ല പടച്ചവരെ, ഖേദമുണ്ട് റബ്ബേ എന്ന പശ്ചാത്താപ ബോധത്തോടെ അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചിട്ട് അല്ലാഹുവിൽ വിശ്വാസത്തോടെ വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളില് വിശ്വാസത്തെ അകതാരിന്റെ അകക്കാമ്പിൽ അരക്കിട്ടാണിക്കല്ലിട്ട് ഉറപ്പിക്കുന്ന ഈമാനുള്ളവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കും. വഅമില സാലിഹാ, സുഹൃതങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും അല്ലാഹ് പുറത്തു കൊടുക്കുന്നതാ. അല്ലാതെ കണ്ണി കണ്ടവനല്ല പുറത്തു കൊടുക്കുമെന്നാണോ? അതുകൊണ്ട് ശൈത്താനെ, നീ പറഞ്ഞല്ലോ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോ എന്തിനു നീ പേടിക്കണം? നിനക്കല്ല പുറത്തു തരും. അടുത്തത് ചെയ്യടാ. അടുത്തത് ചെയ്യുമ്പോ ശൈത്താൻ പറയും, അടുത്തത് ഒന്നുകൂടെ ചെയ്യടാ. നിനക്കല്ല ഇല്ലേടാ പുറത്തു തരാ. ഈ ഒരു ചിന്ത മനസ്സിലിട്ട് തരുന്നത് മുന്നിലൂടെ ശൈത്താൻ വന്നതിന്റെ ലക്ഷണമാ. എന്റെ കുടവൂരുള്ള പെങ്ങളെ, ചമ്മാരുകോണത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, 1000 വട്ടം നമ്മുടെ മുന്നിൽ പിശാച് വന്നിട്ടില്ലേ? ചിന്തിച്ചു നോക്ക്. എത്രയോ തവണ തല തുറന്നിട്ട് നടന്നപ്പോ നമ്മളോട് ശൈത്താൻ വന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം നിന്റെ തലയിലെ തട്ടമങ്ങ് മാറ്റിയെന്ന് പറഞ്ഞിട്ട് നിന്നെ അല്ലാഹു നരകത്തിലൊന്നും ഇടാൻ പോകുന്നില്ല. ഒരു ദിവസം നീ ഏതെങ്കിലും ഒരു വൃത്തികേട് കാണിച്ചെന്ന് കരുതിയിട്ട് ഒരിക്കലും എന്റെ ചെറുപ്പക്കാരാ നിന്നെ അല്ലാഹു നരകത്തിൽ ഇടാൻ പോകുന്നില്ല. അല്ല കൈനീട്ടി കാത്തിരിക്കുന്നു പാപം പുറക്കാൻ. ഈ ഒരു ചിന്ത ആരായിട്ട് തരുന്നത്? സാക്ഷാ ശൈത്താനാണ് എന്ന് ശഖീഖുൽ ബൽഖി തങ്ങൾ പറയുക മാത്രമല്ല, അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗവും മഹാനവറുകൾ പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ ഒന്നാമത്തെ ശത്രു ശൈത്താൻ മുന്നിലൂടെ വന്നതിന്റെ അടയാളം മനസ്സിലായോ? പലപ്പോഴും പറയും, നീ എന്തിനായി പേടിക്കുന്നേ? അല്ല ഇല്ലേ, നീ ചെയ്യടാ, നിനക്ക് അല്ല പുറത്തു തരും. ഈ വിശ്വാസം നല്ലതാണ്. അത് എപ്പോഴെന്നറിയോ? മരിക്കുന്ന സമയം എന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു അങ്ങ് പൊറുക്കും. എന്റെ റബ്ബ് എനിക്ക് പൊറുത്തില്ലെങ്കിൽ വേറെ ആരാ പൊറുക്കുക?
എന്റെ റബ്ബ് ഗഫൂറും ഗഫാറും സത്താറും ഒക്കെയാണ്. ആ ഒരു വിശ്വാസം മരിക്കുന്ന നേരത്ത് മതി. എന്താണെന്നറിയോ? അപ്പോൾ പിന്നെ തെറ്റ് ചെയ്യൂല. കാരണം വിരലുകൾ കെട്ടി മൂക്കിലും വായിലും പഞ്ഞിയും വെച്ച് 3 വെള്ള തുണിയിൽ പൊതിഞ്ഞ് കൊടവൂര് പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ട് വെക്കുന്ന നീ എന്ത് ചെയ്യാനാ? എല്ലാം തീർന്നില്ലേ? അപ്പൊ മരിക്കുന്ന നേരത്ത് നിന്റെ വിശ്വാസം നല്ലതാണ്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ അള്ളാഹു അതേ രീതിയിൽ നിന്നെ സമീപിക്കുമെന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ജീവിതത്തിൽ ആ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇന്ന് കള്ള കുടിച്ചു, നബിദിനമൊക്കെ അല്ലേ, മറ്റന്നാളാകുമ്പോ നബിദിനത്തിന് കുറച്ച് കള്ളൊക്കെ കുടിച്ചിട്ട് വേണം നേരം വെളുത്ത് ആഘോഷങ്ങൾ അങ്ങോട്ട് ആരംഭിക്കാൻ. ഞാൻ ചില കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പിന്നീട് ഞാൻ പറയാം, വിഷയത്തിൽ നിന്ന് മാറിപ്പോകില്ലെങ്കിൽ. കാരണം എനിക്ക് പറയേണ്ടതുണ്ട്, പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീടത്തേക്ക് മാറ്റിവെക്കുകയാണ്. പിന്നീടെന്ന് പറഞ്ഞാൽ അടുത്ത വർഷമൊന്നല്ല, ഈ പ്രസംഗം തീരുന്നതിന് മുമ്പ് അള്ളാഹു ആഫിയത്ത് തരുമെങ്കിൽ, ആയുസ് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ. ഞാനൊരു കാര്യം പറയുന്നു, മരിക്കുന്ന നേരത്ത് നമുക്ക് ഈ വിശ്വാസം നല്ലതാ. എന്റെ റബ്ബ് സർവ്വതും പൊറുക്കുമെന്ന വിശ്വാസം നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ജീവിതത്തിൽ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മുന്നിലൂടെ വരുന്ന ശൈത്താൻ നമ്മളെ സമീപിച്ചതിന്റെ അടയാളം, ഏത് തെറ്റ് ചെയ്താലും മനസ്സിൽ ഇങ്ങനെ മന്ത്രിക്കും, പൊറുക്കൂടാ അല്ല പൊറുക്കൂടാ, ചെയ്യടാ, നീ എന്ത് വേണോ ചെയ്തോ. ഇനി കേൾക്കണോ പിന്നിലൂടെ ശൈത്താൻ വരുന്നതിന്റെ അടയാളം? അപ്പൊ ഉറപ്പല്ലേ 50% ആളുകളുടെ അടുക്കലും മുന്നിലൂടെ ശൈത്താൻ വന്നു എന്ന് അവനവൻ ചിന്തിച്ചു നോക്കിയാൽ മതി. ഇനി പിന്നിലൂടെ ശൈത്താൻ വരുന്നതിന്റെ ലക്ഷണം എന്തെന്നറിയോ? പ്രിയപ്പെട്ടവരെ, പിറകിലൂടെ ശൈത്താൻ വരുന്നതിന്റെ അടയാളം ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുപ്രഭാതം പൊട്ടിവിടരുമ്പോ നേരം വെളുക്കുന്ന സമയത്ത് എന്റെ അടുക്കൽ പിശാച് വരാറുണ്ട്. അവന് പിന്നിലൂടെ വന്നിട്ട് എന്നോട് പറയുന്നത് വുഖൂഉ ഔലാദി ഫിൽ ഫഖരി, എന്റെ പ്രിയപ്പെട്ട മക്കള് ദാരിദ്ര്യത്തിലായി പോകുമെന്ന് എന്നെ പേടിപ്പിക്കുകയാ. അതെപ്പോഴും അറിയോ? പള്ളിക്കൊരു സംഭാവന കൊടുക്കണമെന്ന് ആരെങ്കിലും പറയുമ്പോ, ചോർന്നലിക്കുന്ന ചെറ്റക്കൂരയിൽ കിടക്കുന്ന പാവപ്പെട്ടവൻ എന്തെങ്കിലും സഹായിക്കണമെന്ന് ചിന്തിക്കുമ്പോ, കെട്ടിക്കാൻ പ്രായമായ പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചേക്കാ എന്തെങ്കിലും ഒരു സദഖ കൊടുക്കണമെന്ന് ചിന്തിക്കുമ്പോ, ആ സമയത്ത് എന്റെ മനസ്സിലെ ശൈത്താന് തോന്നിപ്പിക്കുന്നത് എന്തെന്നറിയോ? ഇതോ 10,000 രൂപ ഒരു പാവപ്പെട്ടവന്റെ വീട് പുറമേയാൻ കൊടുത്താൽ ആ 10,000 ഉണ്ടെങ്കിലും നിന്റെ മക്കളുടെ 3 മാസത്തെ ഫീസ് അടച്ചൂടെ? നിന്റെ മക്കൾ സ്കൂളിൽ പോയിട്ട് ഫീസ് അടയ്ക്കാൻ കഴിയാതെ വിഷമിക്കുകയല്ലേ? ആ 10,000 രൂപ ഉണ്ടെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് 1 മാസക്കാലം ചെലവിന് കൊടുത്തൂടെ? ഈ ഒരു ചിന്ത മനസ്സിലേക്ക് ഇട്ട് തരുന്നത് ആരെന്നറിയോ? ഏതെങ്കിലും ഒരു സ്വതക്ക കൊടുക്കണമെന്ന ചിന്ത വരുമ്പോ, ഏതെങ്കിലും പള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന ആഗ്രഹം വരുമ്പോ മനസ്സിനകത്ത് ചിന്ത വരികയാണ്, ഇതെന്റെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ എന്തെല്ലാം ഉപകാരങ്ങളുണ്ട്. എന്റെ കാല് നിലത്തൂന്നിയിട്ട് പോരെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ. ഈ ഒരു ചിന്ത പിന്നിലൂടെ ശൈത്താൻ വരുന്നതിന്റെ ലക്ഷണമാണത്രേ. അവിടെ എങ്ങനെയാണ് ശഖീഖുൽ ബൽഖ് തങ്ങൾ പ്രതിരോധിച്ചതെന്നറിയോ? മഹാനവറുകൾ പറയുകയാണ്, ഞാൻ ആ സമയത്ത് പിശാചിനോട് ധൈര്യമാകട്ടെ പറയുന്നത്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. എടാ ശൈത്താനേ, എനിക്ക് ജന്മം നൽകിയ, എനിക്ക് ജീവൻ നൽകിയ അല്ലാ, എന്റെ കുഞ്ഞിന് ജന്മം നൽകിയ അല്ലാ, എന്റെ സന്താനങ്ങൾക്ക് ജന്മം നൽകിയ അല്ലാ, വാക്കീറിയത് അവനാണെങ്കിൽ ഭക്ഷണം കൊടുക്കാനും അവനറിയാ. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനല്ല, സിവിൽ സപ്ലൈസ് മന്ത്രിയല്ല. ആരാണെന്നറിയോ? എന്റെ പൊന്നുമക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് റാസിഖായ അല്ലാ, റസാഖായ അല്ലാ. കല്ലുടുക്കിലെ പുൽക്കൊടിക്ക് പോലും കുടിനീര് കൊടുക്കുന്ന അല്ലാ, മരുപ്പച്ചകലയായ മരുഭൂമിയുടെ മാറിടത്തില് മരുത്തട്ടില് ഒരു പാറയുടെ ഇടയിൽ ഇരിക്കുന്ന അന്ധയായ ചിറകറ്റുപോയ തള്ളപ്പക്ഷിയുടെ ചുണ്ടില് പറന്നിറങ്ങി ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരിയായ കുഞ്ഞു പക്ഷിയുടെ ചുണ്ടിൽ നിന്ന് ഭക്ഷണം പകുത്തു കൊടുത്ത അല്ലാ, അവൻ എന്റെ സന്താനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. ദാരിദ്ര്യത്തിന്റെ കഥ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കേണ്ട ശൈത്താനേ, പിശാചിനോട് ശക്തമായ ഭാഷ
ഭാഷയിൽ ശഖീഖ് തങ്ങൾ പറയുകയാ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അല്ല പറഞ്ഞത് മനുഷ്യന് ഭൂമിയിൽ ഭക്ഷണമുണ്ടെന്നല്ല, മൃഗങ്ങൾക്ക് ഭക്ഷണമുണ്ടെന്നല്ല, പറവകൾക്ക് ഭക്ഷണമുണ്ടെന്നല്ല. പറവകളായാലും അതുപോലെ ഇടജന്തുക്കളായാലും അതുപോലെ ഇരുകാലികളായാലും നാൽക്കാലികളായാലും അല്ല പറഞ്ഞ ഒരു പാക്കേജിന്റെ പദമാണ് വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിലുള്ള സർവർക്കും അള്ളാഹു ഭക്ഷണം വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനു തള്ളണം? കല്യാണത്തിന് മര്യാദയ്ക്ക് മാറി നിൽക്ക്. എന്തിനു തള്ളണം? നിനക്ക് അള്ളാഹു തആല ഭക്ഷണം എഴുതിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി നിനക്കത് കിട്ടിയിരിക്കും. കിട്ടിയില്ലെങ്കിലോ ഷാഫി ഇമാം പറഞ്ഞതുപോലെ, എന്താ ഷാഫി ഇമാം പറഞ്ഞത്? ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് അന്നം ഉറപ്പ്, മരിച്ചാൽ മണ്ണുറപ്പ്. ഞാൻ എന്തിന് ടെൻഷൻ അടിക്കണം? എനിക്ക് അള്ളാഹു വിധിച്ച ഭക്ഷണം. ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് കേറാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പരിപാടി കഴിയട്ടെ, ആളുകൾ വന്നിരിക്കുമ്പോ ഞാൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അത്ര രസമല്ല. അപ്പൊ അതുകൊണ്ട് പരിപാടി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഈ സ്റ്റേജിൽ വെച്ച് മരണപ്പെട്ടു പോയാൽ ആ ഭക്ഷണം എനിക്ക് അല്ലാഹു തആല വിധിച്ചിട്ടില്ല. നിങ്ങൾക്ക് തന്നെ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് എഴുതിയ ഭക്ഷണം എന്റെ വയറ്റിൽ പോകും. അതിന് ആര് തടഞ്ഞാലും ശരി, ലോകത്ത് ആരൊക്കെ തടഞ്ഞാലും എനിക്ക് കിട്ടാനുള്ള ഭക്ഷണം എനിക്ക് കിട്ടിയിരിക്കും. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. നമുക്ക് ചാപ്പാട് തരുന്ന ആരാ നമുക്ക് ഭക്ഷണം തരുന്നത്? ആ പടച്ച തമ്പുരാൻ എനിക്ക് ഭക്ഷണം തരും, എന്റെ മക്കൾക്കും ഭക്ഷണം കൊടുക്കും. പോടാ ശൈത്താനെ, നീ എന്നെ അത് പറഞ്ഞിട്ട് പേടിപ്പിക്കണ്ട. ഞാൻ സദഖ കൊടുക്കാൻ തീരുമാനിച്ചാൽ കൊടുക്കും. അങ്ങനെ ഇൻഷാ അല്ലാഹ് നല്ല മനസ്സ് കാണിക്കണം. കാണിക്കൂലേ? നിങ്ങൾ ധൈര്യമായിട്ട് പറയും. നിങ്ങളെ എന്തിരിക്കുന്നു? കൊടുക്കേണ്ടവരും വേണ്ടിയില്ലല്ലോ ഇതുവരെ. മൂന്നാമതായി ശഖീഖുൽ ബൽഖി തങ്ങൾ പറയുകയാണ്, വലതുഭാഗത്ത് കൂടി ശൈത്താൻ വരും. വലതുഭാഗത്ത് കൂടി ശൈത്താനെ കടന്നു വരുമ്പോൾ ഈ പറയുന്ന ശ്രദ്ധയോടെ കേട്ടോ, വലതുഭാഗത്ത് കൂടി പിശാച് കടന്നു വരുമ്പോ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അതിന്റെ അടയാളം എന്തെന്നറിയോ? പ്രസംഗം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോ ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു, ഉസ്താദേ പ്രസംഗം സംഭവം തന്നെ. കേട്ടോ കേട്ടോ ഉസ്താദേ, പ്രസംഗം സൂപ്പറായി. എന്നോട് പറഞ്ഞപ്പോ ഇന്നലെയൊന്നും ഞാൻ ഉദാഹരണം പറയാൻ, പെരിങ്ങാട് ഉസ്താദ് അൽഹംദുലില്ലാ ഓടി നടന്ന് ദീനിന്റെ പരിശുദ്ധമായ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് എല്ലാ നിലയിലുമുള്ള ഓജസ്സും തേജസ്സും പകരുന്ന ഒരു മഹാപണ്ഡിതനാണ്. അബൂ റബീ സദഖത്തുല്ലാഹ് ബാഖവി. ഫസ്റ്റ് ദിവസം ഞാനും അദ്ദേഹവും പഠിച്ചിറങ്ങിയിട്ട് തൊട്ടടുത്ത മഹല്ലുകളിലായിരുന്നു 3 വർഷക്കാലം. ആ നല്ല പ്രഭാഷകൻ, നല്ല ശബ്ദത്തിന്റെ ഉടമ, നല്ല കിതാബ് തിരിയുന്ന ഒരു പണ്ഡിതൻ, കടുവയിൽ പള്ളിയുടെ മുതൽ ഇമാമാണ്. അവരൊന്നും മോശക്കാരല്ല. ഞാൻ ഉദാഹരണം പറയാണ്. ഞാൻ പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, പ്രസംഗം സൂപ്പറായി, നല്ല മാഷാ അല്ലാഹ്. അപ്പൊ എന്റെ മനസ്സിൽ എന്താണെന്നറിയോ? ഇന്നലത്തെ പ്രസംഗങ്ങളൊന്നും പോരായിരിക്കാം, മിനിങ്ങാനത്തെ പ്രസംഗം പോരായിരിക്കാം. അപ്പൊ എന്റെ മനസ്സിൽ മറ്റോന് കയറി. ഞാൻ അങ്ങ് അർശ് വരെ പൊങ്ങി. ഇതാരാ എനിക്ക് കൊണ്ടുതരുന്നത്? പിശാച്. എവിടെന്ന്? വലതുഭാഗത്തു കൂടി. നീ എന്തൊരു ഗ്ലാമറാടി പെണ്ണെ എന്ന് ചോദിച്ചാൽ വേറുള്ള പെണ്ണുങ്ങളെല്ലാം എന്തോ ഒരു വൈരൂപ്യത്തിന്റെ പ്രതീകങ്ങളാണ് എന്ന ചിന്ത മനസ്സിൽ വരുന്നു. ആചാര്യ, നിങ്ങളുണ്ടെങ്കിലേ ഈ മഹല്ലുള്ളൂ എന്ന് ഏതെങ്കിലും പണക്കാരന് തട്ടി അർശി കയറ്റി കൊടുത്താൽ അവന്റെ മനസ്സിലും തോന്നുന്ന ഇതാണ്, ബാക്കിയുള്ളവന്മാരെന്നൊരു നയാ പൈസ കൊടുക്കൂല, ഹാജിയാരായ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ചിന്ത. അപ്പോഴേ ഹാജിയാരെ വലതുഭാഗത്തൂടെ ശൈത്താൻ വന്നതിന്റെ ലക്ഷണമാണ്. നിങ്ങൾ നല്ല പ്രവർത്തകനാണ്, ഓടി നടക്കുന്ന നല്ല പ്രവർത്തകനാണെന്നൊരാളെ പറഞ്ഞാൽ ആ പറയുന്ന സമയത്ത് ബാക്കിയെല്ലാം തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഇരുമ്പ് കഷണം പോലെയാണ് എന്ന് ചിന്തിച്ചിട്ട് ഞാനാണെങ്കിലോ പ്രവർത്തിച്ചിട്ട് തേയുന്നതാണ്, ബാക്കി ഇരുന്ന് തുരുമ്പിക്കുന്നതാണെന്നൊരു ചിന്ത മനസ്സിൽ വരുമ്പോ ശൈത്താൻ വലതുഭാഗത്തൂടെ കയറി വന്നതിന്റെ അടയാളമാണ്. ആ സമയത്ത് ശഖീഖ് തങ്ങൾ പറയാണ്, എനിക്ക് അങ്ങനെ മനസ്സിനകത്തൊരു പൊങ്ങലൊന്നും ഉണ്ടാവൂല, ദമ്പ് ഹുങ്ക് ഇതൊന്നും എനിക്ക് ഉണ്ടാവൂല. എന്റെ മനസ്സിൽ ഓടി വരുന്നത് ശൈത്താൻ എന്ന ശത്രുവിനെ പ്രതിരോധിക്കാനുള്ള മനസ്സാണ്. ഇവിടെ മാന്യമായിട്ട് ക്ഷണിച്ചു, വേറെ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ അപ്പൊ സംസാരത്തിലായിരുന്നു, ഞാൻ അങ്ങനെയുള്ള സാധനങ്ങൾ കേൾക്കാനും നിൽക്കൂല.
എന്തോ കലാമുസ്താദ് എന്തോ പറഞ്ഞു, ഞാൻ കേട്ടില്ല. സത്യസന്ധമായി പറയാൻ ഞാൻ കേട്ടില്ല. മൂപ്പരോട് എന്തോ സംസാരിച്ചിരിക്കുകയായിരുന്നു. എന്നായിരുന്നാലും ഒരു പരിധിയുണ്ട്. ഇവിടെയൊക്കെ തെക്കൻ ജില്ലകളിൽ പറയുന്നത് തെക്കന്മാരുടെ ഒരു പ്രത്യേകത അതാണ്. ആവശ്യമില്ലാത്ത ബഹുമാനവും അംഗീകാരവും ഒന്നും കൊടുക്കൂല, ആവശ്യത്തുള്ളതേ കൊടുക്കുള്ളൂ. പക്ഷെ ചില സ്ഥലങ്ങളിൽ പോയാൽ എന്താണെന്നറിയോ, ഈ വരുന്നത് ആരെന്നറിയോ, നിലപാടിന്റെ രാജകുമാരൻ, കിരീടം വെക്കാത്ത രാജാവ്, ചെങ്കോല് നഷ്ടപ്പെട്ടു പോയ മന്ത്രി. ഇദ്ദേഹം തുറന്നാ പിന്നെ അദ്ദേഹം വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മലയാളത്തിന്റെ അക്ഷരങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കി കയറ്റും നമ്മളെ. എന്തിനാണ് അതിന്റെ ആവശ്യം? നവാസ് മന്നാനി വരുന്നു, അബൂ റബീ സദഖത്തുല്ലാ വാക്കവി വരുന്നു, കബീർ വാക്കവി വരുന്നു, നൗഷാദ് വാക്കവി വരുന്നു, പെരിങ്ങാട് ഉസ്താദ് വരുന്നു. അത്ര മതി. എല്ലാവർക്കും അറിയാം ഇവർ ആരാണെന്ന്. ഇവരെ വായിൽ നിന്ന് അക്ഷരമാണോ പുറത്തു വരുന്നത്? അതല്ല, എന്താ എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുന്നതിനപ്പുറത്ത് തട്ടിക്കേറ്റി ഇങ്ങനെ ഇല്ലാത്ത മദ്ഹുകൾ പറഞ്ഞ് ഇല്ലാത്ത അപദാനങ്ങൾ ഇങ്ങനെ പൊക്കി പറയും. ഒരു മഹാന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ആരെന്നറിയോ? ഓ, നിങ്ങളെ പോലെ. അപ്പൊ ആ മഹാന് ഈ പറയുന്നവനെ നന്നായിട്ട് അറിയാം. അപ്പൊ ആ മഹാൻ ഇവനോട് പറഞ്ഞു, എടാ നീ പറയുന്നത്രയൊന്നും ഞാനില്ല, പക്ഷെ നിന്റെ മനസ്സിലുള്ളതിനേക്കാളും ഞാനുണ്ട്. നിന്റെ മനസ്സിൽ എന്നെ പറ്റിയൊരു സങ്കല്പം ഉണ്ടല്ലോ, അതിനേക്കാളും ഞാനുണ്ട്. നീ പറയുന്നത്രയും ഞാനില്ല. ഈ പുകഴ്ത്തലുകളും വാഴ്ത്തലുകളും എന്റെ പ്രിയപ്പെട്ടവരെ ശൈത്താൻ വലതുഭാഗത്തൂടെ കൊണ്ടുവരുന്നതിന്റെ ലക്ഷണമാണ്. എത്ര പ്രാവശ്യം നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പ്രതിരോധിച്ചത്? ശൈത്താനോട് പറയുമത്രേ, ഇടോ പിശാചേ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹ് പറയുകയാണ്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്, അവസാന വിജയം ഭക്തന്മാർക്കാണ്. എന്തെല്ലാം പുകഴ്ത്തിയാൽ രാജകുമാരൻ എന്ന് പറഞ്ഞാൽ, രാജാവ് എന്ന് പറഞ്ഞാൽ, ചക്രവർത്തി എന്ന് പറഞ്ഞാൽ, വാക് ചാതുരുടെയും വാക് സാമർത്ഥ്യത്തിന്റെയും ഉടമയെന്ന് പറഞ്ഞാൽ, മരിക്കുന്നതെങ്ങനാണ് പറയാൻ കഴിയില്ലല്ലോ. മരിക്കുന്ന നേരത്തല്ലേ നമ്മുടെ വിധി നിർണയിക്കപ്പെടുക. മരിക്കുമ്പോഴാണ് ചിരിക്കേണ്ടത്, മരിക്കുമ്പോഴാണ് നല്ല ചിന്ത വരേണ്ടത്. ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ പ്രഭാഷണ വേദികളിൽ ഒഴുകി വരുമ്പോ, നൂറുകണക്കിന് ആളുകൾ നമ്മുടെ പ്രസംഗ വേദികളിലേക്ക് ഒഴുകി വരുമ്പോ, എന്തിനാ നമ്മുടെ മനസ്സിങ്ങനെ ഉയർന്നു പോകുന്നത്? വേണ്ട. മരിക്കുന്ന സമയം നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന് പൊട്ടിക്കരഞ്ഞ് നമുക്ക് വേണ്ടി ദ്വാരക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദ്വാക്ക് ആമീൻ പറയാ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വന്നാൽ അതല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്? സൂക്ഷ്മതയുള്ളവരെ കാണ്, ഭക്തന്മാരെ കാണ്, ഏറ്റവും വലിയ അന്തിമ വിഷയമുള്ളതെന്ന് പറയുമ്പോ ജീവിതത്തിൽ എന്തിനാ പുകഴ്ത്തി പറയുക? അള്ളാഹുവിന്റെ ദീന് പ്രസംഗിക്കുന്ന ഞാനും നാളെ എന്താകുമെന്ന് പറയാൻ കഴിയോ? 12,000-ഓളം വരുന്ന മുറബിയായ ശൈഖന്മാരുടെ ശൈഖ് ആരാണ്? ശൈഖ് മഹാനായ ശിബിലി റഹിമഹുല്ലാഹ്, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അടക്കമുള്ള 12,000-ഓളം വരുന്ന മുറബിയായ മശായിഖുമാരുടെ ശൈഖായിരുന്ന ആള്, ആയിരക്കണക്കിന് മദ്രസകളുടെ മുത്തവല്ലിയായിരുന്നയാള്, അല്ലാഹുവിന്റെ ഖുർആൻ ഹാഫിളായിരുന്നയാള്, 30,000-ഓളം ഹദീസുകൾ സനദ് സഹിതം മനപ്പാഠമുണ്ടായിരുന്ന മഹാ ആരെന്നറിയോ? അബൂ അബ്ദുല്ലാഹിൽ അംദലൂസ് റളിയല്ലാഹു തആല അൻഹു ഒരു കാട്ടിലൂടെ നടന്നു പോകുമ്പോ വിലായത്തിന്റെയും ഈമാന്റെയും ഇസ്ലാമിന്റെയും ഇസ്തിഖാമത്തിന്റെയും ഇഖ്ലാസിന്റെയും യഖീന്റെയും ഇഹ്സാന്റെയും പര്യായമായിരുന്ന ജുനൈദുൽ ബഗ്ദാദി അടക്കം അല്ലാമ ശിബിലി അടക്കം ആയിരക്കണക്കിന് 12,000-ഓളം വരുന്ന ശൈഖന്മാരുടെ ശൈഖായിരുന്ന അബൂ അബ്ദുല്ലാഹിൽ അംദലൂസി തങ്ങള് ഒരു വനാന്തരത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു കിണറിന്റെ ചുവട്ടിൽ ഒരു ക്രിസ്ത്യാനിയായ പെണ്ണ് വെള്ളം കോരുന്നത് കണ്ടിട്ട് ഒരു നിമിഷം ആ മനുഷ്യന്റെ മനസ്സിലേക്ക് ശൈത്താൻ കടന്നു വന്നു. ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് മോഹം വന്നപ്പോ സഹോദരങ്ങളെ, പെണ്ണിന്റെ അച്ഛനോട്, പെണ്ണിന്റെ പിതാവിനോട് ചെന്നിട്ട് അനുവാദം ചോദിക്കുകയാ. അയാള് പറഞ്ഞതെന്താ? നീ മതം മാറിയാൽ മോളെ കെട്ടിച്ചു തരാ, അതുപോലെ മതം മാറുന്നതോടൊപ്പം തന്നെ നീ കള്ളു കുടിക്കണം, പന്നി ഇറച്ചി കഴിക്കണം. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കേണ്ടി വന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവസാനം അല്ലാഹുവിന്റെ ദീനീ പ്രബോധനത്തിന് ഊന്നിന് ദഅവത്ത് ചെയ്ത ഊന്നുവടി. അതുകൊണ്ട് പന്നിക്കൂട്ടങ്ങളെ കാടുകളിൽ മേച്ച് നടക്കുന്നതായിട്ട് കണ്ട ശിഷ്യഗണങ്ങൾ മോഹാലസ്യപ്പെട്ട് മരിച്ചു വീണത് എത്രയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ടൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനം എങ്ങനാണെന്നാ ചിന്തിക്കേണ്ടത്.
മഹാനായ അബൂ അബ്ദുല്ലാഹിൽ അംബലൂസി തങ്ങള് ഖുർആൻ മുഴുവനും മറന്നുപോയി. ഒരൊറ്റ ആയത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് ഇർത്തിദാദിന്റെ ആയത്താണ്. മതത്തിൽ നിന്ന് മാറിപ്പോകുന്ന മതഭ്രഷ്ടിന്റെ ആയത്താണ്. അവസാനം 30,000 ഹദീസുകൾ മനപ്പാഠമുണ്ടായിരുന്ന മഹാനവറുകള് ഒരൊറ്റ ഹദീസ്, മതം മാറിയവന ദീനിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന ഹദീസ് മാത്രമേ മനപ്പാഠമുണ്ടായിരുന്നുള്ളൂ. ഇതാരുടെ കഥയാണ്? കൊടുവൂർ മുദരിസിന്റെ കഥയാണോ? കൊടുവൂർ ഇമാമിന്റെ കഥയാണോ? പ്രസംഗിക്കുന്നവരുടെ കഥയാണോ? 12,000-ഓളം വരുന്ന മശായിഖുമാരുടെ ശൈഖായിരുന്ന ഒരു വലിയ മഹാത്യാഗിയായിരുന്ന സൂഫിയായിരുന്ന മനുഷ്യന്റെ കഥ. പക്ഷെ അവസാനം അല്ലാഹു എല്ലാം തിരിച്ചു കൊടുത്തു. വിലായത്തിന്റെ പദവി തിരിച്ചു കൊടുത്തു. ഈമാനിന്റെ പവർ തിരിച്ചു കൊടുത്തു. ഇഹ്സാനിലും ഇസ്തിഖാമത്തിലും കഴിഞ്ഞുകൂടി ദഅവത്തിന്റെ ഖിദ്മയിലേക്ക് അല്ലാഹു തആല മനുഷ്യനെ ഇറക്കി വിട്ടു. അറിയണേ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ആ ഒരു അവസ്ഥയില് ഒരു മനുഷ്യന്റെ അവസാനം എങ്ങനെയാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്തെല്ലാം പുകഴ്ത്തലുകൾ, എന്തെല്ലാം വാഴ്ത്തലുകൾ ആരെല്ലാം പറഞ്ഞാലും അന്തിമ വിജയം മുത്തഖീങ്ങളെക്കാണ്. അവസാന വിജയം മുത്തഖീങ്ങളെക്കാണെന്ന ബോധം നമുക്ക് ഉണ്ടാവുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങോട്ട് നോക്കി, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ്, ആരോഗ്യമുള്ള നോക്കൂല, ആരോഗ്യമില്ലാത്തവർ നോക്കിക്കൊണ്ടിരിക്കും. പണ്ട് പള്ളിയില് അസമയത്ത് മുഅദ്ദിൻ ബാങ്ക് കൊടുത്തു. അസമയത്ത് ബാങ്ക് കൊടുത്താൽ നമ്മുടെയൊക്കെ നാട്ടിന്റെ അവസ്ഥ അറിയാല്ല. എന്താണ്? ഉടനെ വടിയും തടിയായിട്ട് ആളുകൾ പള്ളിയിൽ വരും. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ആളുകൾ ആണും പെണ്ണും എല്ലാം കൂടി നേരെ പള്ളിയിൽ വന്നു. അങ്ങനെ പള്ളിയിൽ വരുമ്പോ ബാങ്ക് കേട്ടത് അസമയത്തായത് കൊണ്ട് പള്ളിയിൽ വന്ന പള്ളിമുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും ഉണ്ട്. കയ്യിൽ മടലുണ്ട്, വടിയുണ്ട്, തടിയുണ്ട്, എല്ലാം ഉണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. മുഅദ്ദിൻ പള്ളിയുടെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ല, ഞാനിവിടെ സ്ഥിരമായി ബാങ്ക് വിളിക്കാറുണ്ട്, ഈ ബാങ്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. ഞാൻ ലോഹറിനെ വിളിച്ചാൽ ആരെയും കാണില്ല, അസറിന് വിളിച്ചാലും ആരെയും കാണില്ല, മഗ്രിബിന് വിളിച്ചാലും ആരെയും കാണില്ല. സമയത്ത് വിളിച്ചാൽ നിങ്ങൾ വരൂല, അസമയത്ത് വിളിച്ചാൽ നിങ്ങൾ വരും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും അങ്ങനെയാണ്. ആ ഒരു ശൈലി മാറ്റി ശ്രദ്ധിച്ചു കേട്ടോ. വലതുഭാഗത്തു കൂടി പുകഴ്ത്തലുകളുമായിട്ട് ശൈത്താൻ സമീപിക്കും. ആ സമയത്ത് വൽ ആഖിബത്തുൽ മുത്തഖീൻ. പോടാ, ഞാൻ സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ 6 കൊല്ലത്തിന് മുമ്പാണ് ലാസ്റ്റ് ഇവിടെ വളർന്നു കിടന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, പിന്നെന്താ പരിപാടി നടത്താത്തെന്ന് ഞാൻ ചോദിച്ചില്ല. അപ്പൊ സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ലാസ്റ്റ് വാഴന്ന് പറഞ്ഞ ആരാന്നറിയോ? ഞാൻ പറഞ്ഞു, അറിയില്ല. ആ, അയാളിപ്പോ മുസ്ലിം അല്ല. സംഘാടകരുടെ കാര്യമല്ലേ പറഞ്ഞത്. ചില സംഘാടകര് സുജൂദ് ചെയ്യുമ്പോഴേ ശമ്പ് പോക്കറ്റിൽ നിന്ന് വീണു, അത് വേറെ. വയലിന്റെ സംഘാടകര് കുനിയുമ്പോ ചിലപ്പോ അസറിന്റെ പള്ളിയുടെ 2ാമത്തെ നിലയിൽ നിന്ന് ഭയങ്കരമായ തിരക്ക് റമളാനിലാണ്. അസർ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ജനങ്ങൾ, വിശ്വാസികൾ ഇറങ്ങി വരുന്നതിനിടയിൽ ഒരു ശബ്ദം നോക്കുമ്പോൾ നിസ്കാരത്തിൽ മുന്തിയിൽ വെച്ചിരുന്ന കുപ്പി താഴെ വീണ് പൊട്ടിയിരിക്കുകയാണ്. സംസം വെള്ളത്തിന്റെ കുപ്പിയല്ല. അപ്പോ ഈ രീതിയിലൊക്കെയാണ് ആളുകൾ. പക്ഷെ പ്രസംഗിക്കുന്നയാൾ ഇപ്പൊ മുസ്ലിം അല്ല എന്ന് കേട്ടപ്പോ ഞാൻ ചോദിച്ചു, അതാരാ? അപ്പോ ഒരു ചെറിയ ചെക്കന്റെ പേര് പറഞ്ഞു. ആ ചെക്കനൊക്കെ നിങ്ങൾക്കറിയാം. ആ ഒരു ഉണങ്ങിയ ചെക്കൻ, അവനാണ് ഇവിടെ ലാസ്റ്റ് പ്രസംഗിച്ചത്. അവനിപ്പോ എക്സ് മുസ്ലിമാണ്. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ആ ശൈത്താൻ പ്രസംഗിച്ച പേജിൽ എന്നെ വിളിച്ചതിന് ഇടയ്ക്ക് ആരെങ്കിലും വിളിച്ചിട്ട് എന്നെ വിളിക്കാത്തെന്താ? നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. ഒരു സമൂഹത്തെ മുന്നിൽ പിടിച്ചിരുത്തിയിട്ട് അള്ള ഏകനാണെന്ന് പറഞ്ഞവരാണ്. നബിതങ്ങൾ അള്ളാന്റെ ദൂതനാണെന്ന് പറഞ്ഞയാൾ. നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യം ഇസ്ലാമാണെന്ന് പറഞ്ഞയാൾ ഇപ്പൊ പറയാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒന്നില്ല, അള്ള ഒന്നില്ല, അള്ളാഹു എന്ന് പറയുന്ന സംഗതിയില്ല, മുഹമ്മദ് എന്ന് പറയുന്ന കള്ളപ്രവാചകനാണെന്ന് പറയണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനൊക്കെ ഒറ്റ മറുപടിയേ ഉള്ളൂ, ആദർശത്തെക്കാൾ ആമാശയം പ്രാധാന്യമായത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അവസാനം എന്താകും. അള്ളാഹു ആ ചെക്കന്റെ ഹിദായത്ത് അള്ളാഹു കൊടുക്കട്ടെ. ആമീൻ പറയും. ഒരാള് നശിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കില്ല. അങ്ങനെ കുറെ എണ്ണം ഉണ്ട് സമുദായത്തില്.
ഇതൊക്കെ ഇപ്പൊ ഒരു രസമാണ്, ഇതൊക്കെ ഇപ്പൊ ഒരു ട്രെൻഡാണ്. എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിന്റെ ഏതെങ്കിലുമൊക്കെ ആശയങ്ങൾ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ മോശമായ രീതിയിൽ വക്രീകരിച്ച് ജനങ്ങളുടെ മുമ്പിൽ മോശമാക്കി കാണിച്ചു കൊടുക്കുമ്പോ ആളുകൾ ഇങ്ങനെ കൂടും. അതാണ് പലരുടെയും ആഗ്രഹം. നേരത്തെ ഞാൻ പറഞ്ഞത് കൊണ്ട് ഷാനവാസ് മന്നാനിയുടെ വലതുഭാഗത്തൂടെ ശൈത്താനെ കയറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മുടെ ഇമാമ് വരുന്നു ഇൻഷാ അല്ലാഹ്. എന്റെ നാട്ടുകാരനാണ്, ഒരു ഷാ കൂടുതലാണ്, അത്രേ ഉള്ളൂ. എന്റെ പേര് നവാസ് മന്നാനി, അദ്ദേഹത്തിന്റെ പേര് ഷാനവാസ് മന്നാനി. ഷംനാദ് മന്നാനി ഉസ്താദ് അവിടെ ഇരിക്കാൻ പറ്റും. നിങ്ങളും പറയും, ഉസ്താദ്മാരൊക്കെ ഇവിടെ ഇരിക്കുക, അതിൽ റാഹത്ത്. അപ്പോ വലതുഭാഗത്തുകൂടെ പിശാച് വരുന്നതിന്റെ ലക്ഷണം അതാണ്. അപ്പൊ മുന്നിലുമായി പിന്നിലുമായി വലത്തുമായി. നീ കേട്ടോ, ഇടതുഭാഗത്തുകൂടി പിശാച് വരുമത്രേ. നേരം വെളുക്കുമ്പോൾ ശൈത്താന് ഇടതുഭാഗത്തുകൂടെ വന്നിട്ട് എന്നോട് പറയുന്നത്, ശരീരത്തിന്റെ മോഹങ്ങൾ, എന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ട്, മോഹങ്ങൾ എന്റെ മനസ്സിലേക്ക് മന്ത്രിച്ചുകൊണ്ട് പാപങ്ങൾ ചെയ്യാൻ, അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പിശാചാണെന്ന് തോന്നിപ്പിക്കുന്നത്. അത് ഇടതുഭാഗത്ത് കൂടി പിശാച് വരുന്നതിന്റെ ലക്ഷണമാണ്. അങ്ങനെ വരുമ്പോ ഞാൻ പിശാചിന്റെ മുന്നിൽ നിൽക്കുന്നത് എങ്ങനെയെന്നറിയോ? വഹീല ബൈനഹും വബൈന മാ യഷ്തഹൂ. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ചില ആളുകളുടെയും അവരുടെ പാപങ്ങളുടെയും ഇടയിൽ അല്ലാഹു തിരശീല ഇടുന്നതാ. ആ ഒരു അവസ്ഥ നമുക്ക് കിട്ടണം സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല പാപങ്ങളുടെയും നമ്മുടെയും ഇടയിലും മറയിടണം. ആ മറയിടണമെങ്കിൽ നമുക്ക് വിവരമുണ്ടാകണം. ആ വിവരമുണ്ടെങ്കിൽ ശൈത്താനോട് പ്രതിരോധം സൃഷ്ടിക്കാം. അതുകൊണ്ടാണ് ഒന്നാമത്തെ ശത്രുവിനെ സൂറത്ത് യാസീൻ പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്നാമത്തെ ശത്രുവിനെ പരിചയപ്പെടുത്തിയത് ശൈത്താനാണെന്ന് പറയുമ്പോ ആ ശൈത്താനോട് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് പോരടിക്കാം. എന്തുകൊണ്ടാണ് ശഖീഖതങ്ങൾക്ക് കഴിഞ്ഞതെന്നറിയോ? ഫഇന്ന ഫഖീഹൻ വാഹിദൻ മുതബർരിഅ അശദ്ദു അല ശൈത്താനി മിനൽ ഫിആബിദി. ഒരു ഫഖീഹ്, ഒരാൾ മതി. ആ ഒരു പണ്ഡിതൻ, നല്ല 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 ഇൽമുള്ള കർമ്മപദത്തിലെ രംഗത്തിലുള്ള മഹാനായ ഒരു പണ്ഡിതൻ. ആ പണ്ഡിതന് ഒരാൾ മതി. ഇപ്പൊ തീരുന്നത് കാര്യങ്ങള്. ഒരു പണ്ഡിതൻ നോക്കൂ, ഒരു പണ്ഡിതൻ. ആ പണ്ഡിതൻ, ഈ കുടവൂര് ഒരു ആലിമുണ്ട്, 1000 ഇബാദത്തുള്ളവരുണ്ട്. നമുക്കാണ് മുസ്ലിയാക്കന്മാരോട് താല്പര്യം ഇല്ലാത്തത്. എന്റെ മൈലിയാര് അമ്പക്കറിഞ്ഞൂടിയ മൈലിയാർ എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥ. നമ്മൾ ഒരാളെ പറ്റി ഒരു ധാരണയുണ്ട്. മോദി കോഴി ഇറക്കുന്നവൻ, ചെലവെടുക്കുന്നവൻ, കക്കൂസ് എഴുതുന്നവൻ. നിങ്ങൾ നോക്ക, ഹറമിൽ ചെന്നാൽ ഖതീബിനും ഇമാമിനും ഒരേ പവറാണ്. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനം പോയി, ഇനി പറയണ്ട. സലാത്തില്ലേ? അള്ളാഹുവിന്റെ ഹബീബ് മസ്ജിദുൻ നബവിക്കകത്ത് ഈ നമസ്കാരത്തിനു വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ നിന്ന് മസ്ജിദുൻ നബവിയുടെ ഇടതുഭാഗത്ത് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വീടിന്റെ കർട്ടൻ, ആ കർട്ടന്റെ വിരി നീക്കിയിട്ട് നബി തങ്ങൾ അനുവാദം കൊടുത്താൽ, പെർമിഷൻ കൊടുത്താൽ മാത്രമാണ് പള്ളിക്കകത്ത് നിൽക്കുന്ന ബിലാൽ തങ്ങൾ ഇഖാമത്ത് കൊടുക്കുക. അപ്പൊ നബി തങ്ങൾ തലയാട്ടും, ബിലാൽ തങ്ങൾ ഇഖാമത്ത് കൊടുക്കും. എന്തൊരു പദവിയാണ് ഈ മുഅദ്ദിനുള്ളത്. നമ്മുടെ നാട്ടിലെ മുഅദ്ദിന്മാർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പദവിയുണ്ട്. അതിന് എന്ത് MITക്ക് മീൻ കച്ചവടക്കാര് MIT എടുത്തതിന്റെ പേരിൽ അത് പിന്നെ ആർക്കും വേണ്ടതായി. നമുക്കൊരു ധാരണയുണ്ട് ഒരു നാട്ടില്. അപ്പോ മുസ്ലിയാരുടെ വില എന്തെന്നറിയണമെങ്കിൽ ഒറ്റ കാര്യം, കൊടവൂര് 1000 ഇബാദത്തുള്ളവരുണ്ട്, ഒരു ആലിമുണ്ട്.
ശൈത്താൻ വന്നാൽ 1000 ആബിദീങ്ങൾ ശൈത്താനോട് പോരടിക്കുന്നതിനേക്കാൾ ഒരു ആലിമ വിചാരിച്ച നടക്കും. فإن فقيها واحدا متورعا أشد على الشيطان من 1000 عابدين. അതാണ് ഒരു ആലിമിന്റെ പവർ. ഉടവൂർ ഉസ്താദിനെ കണ്ടവരാണ് നിങ്ങൾ. ബഹുമാനപ്പെട്ട ശൈഖുന എന്നെ ഉസ്താദിനെ കണ്ടവരാണ് നിങ്ങൾ. സഹോദരങ്ങളെ, ആലിമീങ്ങളെ, സാത്വികരായ ഒരുപാട് പണ്ഡിതന്മാരെ കണ്ട മണ്ണാണ് കൊടവൂരിന്റെ മണ്ണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ശൈത്താനെ പ്രതിരോധിക്കാൻ ബോധവാന്മാരാവുക.